നോക്കുകയാണെങ്കിൽ ഒരു എക്സ്പെരിമെൻ്റൽ മൂവിയാണ്. മലയാളത്തിൽ വന്നിട്ടുള്ള എക്സ്പെരിമെൻ്റൽ മൂവി വെച്ച് നോക്കുമ്പോൾ ഇതും ഒരു അതുപോലത്തെ ഒരു എക്സ്പെരിമെൻ്റൽ മൂവിയാണ്. ഈ മഹാവീര്യറൊക്കെ ഒരു എക്സ്പെരിമെൻ്റൽ മൂവി ആയിരുന്നല്ലോ, അതുപോലത്തെ ഒരു എക്സ്പെരിമെൻ്റൽ മൂവിയാണിത്. എത്രത്തോളം എനിക്ക് ഇഷ്ടപ്പെട്ടു, പേഴ്സണലി എനിക്ക് ഈ സിനിമ ഇഷ്ടപ്പെട്ടു. അതിൻ്റെ മേക്കിംഗ് ആയിക്കോട്ടെ, ആ ഒരു സ്ക്രിപ്റ്റിംഗ് രീതി ആയിക്കോട്ടെ, എനിക്ക് ഇഷ്ടപ്പെട്ടു. പെർഫോമൻസും അടിപൊളിയായിരുന്നു. പക്ഷേ ഇത് മലയാളത്തിലെ പ്രേക്ഷകർ എത്രത്തോളം ഇവർക്ക് ഇത് മനസ്സിലാവാൻ സാധ്യതയില്ല. അതാണ് ഈ സിനിമയ്ക്ക് ഇനി പരാജയം ഏറ്റുവാങ്ങാൻ സാധ്യതയുള്ളത്. ഈ മലയാളി പ്രേക്ഷകർക്ക് ഈ സാധനം മനസ്സിലാവാൻ സാധ്യത കുറവാണ്. ആ ഒരു ഇതേ ഈ സിനിമയ്ക്ക് വന്നൊരു ഇതായിട്ട് തോന്നണുള്ളൂ. പിന്നെ ആ സിനിമ നല്ല രസമാണ്. അർജുൻ അശോകൻ്റെ പെർഫോമൻസൊക്കെ ഇടയ്ക്ക് രോമാഞ്ചം സിനിമയുടെ ആ ഒരു യൂണിവേഴ്സിൽ വന്ന് അഭിനയിക്കുന്ന പോലെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ സിനിമയിലെ പുള്ളിയുടെ കുറച്ച് മാനറിസമൊക്കെ ഈ സിനിമയിലും വരുന്നുണ്ട്. അപ്പോൾ എടുത്തു പറയേണ്ടത് പെർഫോമൻസ് തന്നെയാണ്. ഇത് കോമഡി, സിറ്റുവേഷണൽ കോമഡീസ് മാത്രമേ വരുന്നുള്ളൂ. ത്രില്ലറാണ്. ത്രില്ലർ ഇടയ്ക്ക് ഹൊറർ വൈബിലൊക്കെ കൊണ്ടുപോകുന്നുണ്ട്. നല്ല രസമുണ്ട് കണ്ടിരിക്കാം കുറച്ച്. പക്ഷേ ഒരു 1.5 മണിക്കൂർ ഉണ്ടായിരുന്നുള്ളൂ. കുറച്ചുകൂടി സ്ക്രിപ്റ്റ് വലുതാക്കിയിട്ട് ഒരു 2 മണിക്കൂർ ആക്കിയിരുന്നെങ്കിൽ സിനിമ കുറച്ചും കൂടി നമുക്ക് കണക്റ്റ് ആവുമായിരുന്നു. നല്ല ബന്ധമുണ്ട്. കാരണം ഈ സിനിമ കണ്ടിറങ്ങുന്ന ഏതൊരു പ്രേക്ഷകനും തിയേറ്ററിൽ നിന്ന് തലയിൽ ഓളം വന്നായിരിക്കും ഇറങ്ങി പോണത്. കാരണം ആ ഓളം കറക്റ്റായിട്ട് തലയിൽ കയറിയിട്ടുണ്ട്. കാരണം നമുക്ക് അവസാനം നമ്മൾ ഇങ്ങനെ ഇൻ്റർവെൽ ആയപ്പോഴും ഞെട്ടി, ഇൻ്റർവെല്ലായ അതുപോലെ സിനിമ തീർന്നപ്പോഴേ നമ്മൾ സിനിമ തീർന്ന ഇങ്ങനെയൊക്കെ ചിന്തിച്ച് പോയി. ആ രീതിക്കാണ് ഇതിൻ്റെ മേക്കിങ്. പിന്നെ ഒരു കുഞ്ഞു ചിത്രം, ഇതിനെ ഒന്നീ വലുതാക്കണമായിരുന്നു, ഇല്ലെങ്കിൽ ഇതിനൊരു OTT ഇറക്കണമായിരുന്നു. തിയേറ്ററിൽ സത്യം പറഞ്ഞില്ല. ലെന എങ്ങനെ ഉണ്ടായിരുന്നു? ലെന കൊള്ളാം. പടമൊന്നുമില്ല, വളരെ ചെറിയൊരു പടം, 1.5 മണിക്കൂറുള്ളൊരു പടം. അർജുൻ അശോകന്റെ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ മറ്റേ രോമാഞ്ചത്തിൽ നമ്മൾ കണ്ടില്ല. അത് വന്നില്ലായിരുന്നെങ്കിൽ കുറച്ചും കൂടെ നമുക്കൊരു ഫ്രഷ് എന്ന് പറയാം. ആ ഒരു ക്യാരക്ടറിന് വേറെ റെസ്ട്രിക്ഷനാണ്, ഒരു കിളിപോയ ക്യാരക്ടറിന്. പക്ഷേ ഒരു പ്രത്യേക ഒരു എന്താ പറയുക, പടം ഒരു കിളിപോയ കഥയൊക്കെയാണ്. പക്ഷേ അതിലൊരു ട്വിസ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട്, ഒരു ഹൊററിൻ്റെ ഒരു എലമെൻ്റ് ഉണ്ട്. അതാണ് ഈ പടത്തിൻ്റെ ഒരു മെയിൻ ട്വിസ്റ്റ്. അതിന് വേണ്ടിയിട്ടാണ് ഇവർ ഈ കഥ അത്രയും പറഞ്ഞിരിക്കുന്നത്. തിയേറ്ററിൽ കാണേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നിയില്ല. ഞാൻ ഈ അഭിലാഷിൻ്റെ പടം വേണ്ടാണോ ഒന്ന് കാണാമെന്ന് വെച്ചാൽ, ആളൊരുക്കൊക്കെ എടുത്ത ആളുടെ പടമല്ലേ. ടെക്നിക്കലി ക്വാളിറ്റി ഒക്കെ ഉണ്ട് പടം, പക്ഷെ ഒന്നുമില്ല. പടം ചെറിയൊരു കഥ, ഷോർട്ട് ഫിലിമായിട്ടൊക്കെ എടുക്കേണ്ട ഒരു പടമാണ്. അതിനെയാണ് അവർ വീണ്ടും 1.5 മണിക്കൂർ കൊണ്ടുപോയിരിക്കുന്നത്. പിന്നെ 1.5 മണിക്കൂറാണ്ട് നമ്മുടെ സമയമൊന്നും അങ്ങനെ നഷ്ടമെന്ന് പറയാനൊന്നുമില്ല. ഒരു ആവറേജ് ആണ്. നല്ല രസമാണ്. ക്ലൈമാക്സ് ഒക്കെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കി എടുക്കാൻ ഇത്തിരി പാടാണ്. പക്ഷെ നമുക്ക് ഇറങ്ങുമ്പോഴത്തേക്കും മനസ്സിലാവും എന്താണ് സംഭവം എന്നുള്ളത്. പെട്ടെന്ന് മറ്റൊന്നും മനസ്സിലാവത്തില്ല. പക്ഷെ കൊള്ളാം. കിളിപോയ പടമാണ്. കിളിപോയി എന്ന് അങ്ങനെ പറയത്തൊന്നുമില്ല. മലയാളത്തിൽ അങ്ങനെ കുറെ നാളെ ഇങ്ങനെ ഒരു സിനിമ ഇറങ്ങിയിട്ട് സൈക്കോളജിക്കൽ അല്ല. 1.5 മണിക്കൂറേ ഉള്ളൂ. കുഴപ്പമില്ല. എടുത്തു പറയാനായിട്ട് എൻ്റെ ഒരു മേക്കിംഗ് തന്നെ കൊള്ളാം. ഒരു വെറൈറ്റി ആയിരുന്നു. എനിക്ക് കണ്ടിട്ടൊരു സാറ്റിസ്ഫൈ ആയില്ല. എന്താണ് പടം കൊണ്ട് ഉദ്ദേശിച്ചതെന്ന് എനിക്ക് മനസ്സിലായില്ല. അത്യാവശ്യം കണ്ടിരിക്കാം. പെർഫോമൻസ് വൈസ് എല്ലാവരും ഓക്കെയാണ്. തീരെ മോശമില്ലാതെ മേക്കിങ്ങുമാണ്. പക്ഷേ എന്താണ് പടം കൊണ്ട് ഉദ്ദേശിച്ചതെന്നുള്ള ഒരു ത്രില്ലർ ടൈപ്പ് ജോണറാണ്. അത്യാവശ്യം കണ്ടിരിക്കാം.